വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 5ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലകൾ പരിശോധിച്ച് ശരിയായ ശൃംഖല കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിൻ നോക്കൂ, നമുക്കറിയാം ഏറ്റവും ആദ്യം വരിക എപ്പോഴും ആരായിരിക്കും? പ്ലാന്റ്സ് ആയിരിക്കും, പുല്ലായിരിക്കും അല്ലേ? അപ്പം എല്ലാ ഓപ്ഷനിലും പുല്ലുണ്ട്. അതിനുശേഷം വരേണ്ടത് എന്താണ്? പുല്ലിനെ കഴിക്കുന്നവരാണ് വേണ്ടത് അല്ലേ? പുല്ലിനെ കഴിക്കുന്നവരാരാണ്? പുൽച്ചാടികളാണ്. പുൽച്ചാടി ബിയിലും ഉണ്ട് സിയിലും ഉണ്ട് അല്ലേ? പുൽച്ചാടിക്ക് ശേഷം പുൽച്ചാടിയെ കഴിക്കുന്നവരാരാണ്? പുൽച്ചാടിയെ കഴിക്കുന്നത് തവളയാണ് അല്ലേ? അപ്പോൾ ഈ സി എന്നുള്ള ഓപ്ഷൻ നമുക്ക് വെട്ടാം. ഏതാണ്? തവളയാണ് കഴിക്കുന്നത് അല്ലേ? അപ്പോൾ തവള. പിന്നെ തവളയെ കഴിക്കുന്നത് പാമ്പ്. അപ്പോൾ ഇതിൽ ശരിയായ ഫുഡ് ചെയിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് അല്ലേ? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലയിൽ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ ആവാസത്തിനുണ്ടാകുന്ന മാറ്റം വിശദീകരിക്കാനാണ് പറഞ്ഞത്. ആഹാര ശൃംഖലയിൽ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? നെല്ല് എലി കഴിക്കും, എലി ചേരയെ കഴിക്കും, എലീനെ ചേര കഴിക്കും, ചേരയെ പരുന്ത് കഴിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുഡ് ചെയിൻ തന്നിരിക്കുന്നത്, ആഹാര ശൃംഖല തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ചേരയുടെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ചേരയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എലി പെരുകും അല്ലേ? എലി പെരുകുക മാത്രമല്ല, എലി പെരുകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെല്ലൊക്കെ എലി കൊണ്ടുപോകും അല്ലേ? അപ്പം എലി എന്ത് ചെയ്യും? കൂടും. ഇൻക്രീസ് ദ നമ്പർ ഓഫ് എന്താണ്? മൗസ് അല്ലേ? റാറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? എലിയുടെ എണ്ണം വർദ്ധിക്കും. പിന്നെന്താ സംഭവിക്കുന്നത്? എലി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? നെല്ലൊക്കെ ആര് തിന്നിട്ട് പോവും? എലി തിന്നിട്ട് പോവും അല്ലേ? എലി തിന്നിട്ട് പോവും. നെല്ലൊക്കെ എലി തിന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ നമ്മുടെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലേ, ദൗർലഭ്യം വരും അല്ലേ? ഈ നെല്ലൊന്നും പിന്നെ കിട്ടാണ്ട് വരും. അതുപോലെ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ പരുന്തിന് കഴിക്കാൻ പിന്നെ ആരുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പരുന്തിനും ആഹാര ദൗർലഭ്യം നേരിടും അല്ലേ? അപ്പോൾ പരുന്തും ഇങ്ങനെ വംശനാശം സംഭവിച്ചു പോകും. അപ്പോൾ എല്ലാവരെയും ഇതെന്ത് ചെയ്യും? പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങും അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ചേര കൂടുതലായിട്ട് എണ്ണം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എലി പെരുകും. എലി എന്ത് ചെയ്യും? നെല്ല് കഴിച്ച് നെല്ല് നമുക്ക് ഇല്ലാണ്ടാവും. അതുപോലെ ചേരയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പരുന്തിന് ഭക്ഷണം ഇല്ലാണ്ടാവും. അങ്ങനെ പരുന്തിനും ആഹാര ദൗർലഭ്യം ഉണ്ടാവും. ഓക്കെ, മിസ്സി ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന ആഹാര ശൃംഖലാ ജാലകം നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെല്ലാം നോക്കിയിട്ട് ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കും. ആദ്യം എപ്പോഴും ആര് വരും? പുല്ല് അല്ലേ? പുൽച്ചാടിയെ ആര് കഴിക്കും? തവളയെ ആര് കഴിക്കും? തവളയെ പാമ്പ് കഴിക്കും. പാമ്പിനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. പിന്നെയോ, പുല്ല് പുഴു തിന്നും. പിന്നെ പുഴുവിനെ കോഴി തിന്നും. കോഴീനെ ആര് തിന്നും? കുറുക്കൻ തിന്നും. കുറുക്കൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയും ഫുഡ് ചെയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വയൽ, കുളം, മരുഭൂമി, പുൽമേടുകൾ, കാട്, കടൽ, കണ്ടൽക്കാട്, ധ്രുവപ്രദേശം തുടങ്ങിയവയെല്ലാം വിവിധങ്ങളായ ആവാസങ്ങളാണ്. ചുവടെയുള്ള ജീവികളുടെ ആവാസം ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടകം എവിടെയാണ് താമസിക്കുന്നത്? മരുഭൂമിയിലാണ്. ഡെസേർട്ടിലാണ് അല്ലേ? അപ്പോൾ ഡെസേർട്ടിലാണ്. കടുവ എവിടെയാണ് താമസിക്കുന്നത്? ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റ്.
ധ്രുവക്കരടി എവിടെയാണ് താമസിക്കുന്നത്? ആ ആർട്ടിക് റീജിയനിൽ അല്ലേ? ആർട്ടിക് മേഖലയിൽ, ഈ ധ്രുവ പ്രദേശങ്ങളിൽ അല്ലേ? ആർട്ടിക് മേഖല അല്ലെങ്കിൽ ധ്രുവ പ്രദേശം അല്ലേ? ആർട്ടിക് മേഖല അല്ലെങ്കിൽ ധ്രുവ പ്രദേശം എന്ന് നമ്മൾ പറയും, ആർട്ടിക് റീജിയൻ. നെക്സ്റ്റ് ഡോൾഫിൻ. ഡോൾഫിൻ എവിടെയായിരിക്കും? ഡോൾഫിൻ കടലിൽ അല്ലേ? സീല്. ഡോൾഫിൻ സീലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളോട് പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചിത്രം നിരീക്ഷിക്കുക. നൽകിയിരിക്കുന്ന ചിത്രം ഏത് അധിനിവേശ ജീവിയുടേതാണ്? നിങ്ങളുടെ സമീപത്തുള്ള ജലാശയത്തിൽ ഈ ജീവി എത്തിച്ചേർന്ന ജലാശയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്? ആഫ്രിക്കൻ മുഷിയാണ്. എന്താണ്? ആഫ്രിക്കൻ മുഷി. ഏതാണ് മക്കളെ? ആഫ്രിക്കൻ മുഷിയാണ്. ഇത് നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കൂടുതലായിട്ട് പെരുകും. ഇത് എണ്ണം നന്നായി ഇത് പെരുകും അല്ലേ? ഇത് ക്രമാതീതമായിട്ട് പെരുകും. അതുപോലെ ഇതിൽ എത്തിച്ചേരുന്ന മറ്റുള്ള നാടൻ മത്സ്യങ്ങളൊക്കെ അതോടുകൂടി നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതാണ് അത് എഴുതേണ്ടത്. ഇനി സി, സസ്യങ്ങളിൽ കാണപ്പെടുന്ന നിറങ്ങളും അവയ്ക്ക് കാരണമായ വർണ്ണങ്ങളും അടങ്ങിയ പട്ടിക നൽകിയിരിക്കുന്നു. പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പച്ച എന്ന് പറയുന്നത് ഏതാണ്? ക്ലോറോഫിൽ, ഹരിതകം അല്ലേ? ചുവപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ആന്തോസയാനിൻ. അടുത്തത് ഓറഞ്ച് എന്ന് പറയുന്നത് കരോട്ടിൻ. ഇനി മഞ്ഞ എന്ന് പറയുന്നത് സാന്തോഫിൽ. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് അല്ലേ? 1 സി, 2 ഡി, 3 ബി, 4 എ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പകലും രാത്രിയും സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയമാണ് 1, 2 എന്നീ ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിത്രം 2 നിരീക്ഷിച്ച് എ, ബി എന്നീ വാതകങ്ങൾ ഏതെല്ലാം എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? എ എന്ന് എഴുതിയിരിക്കുന്നത് ഏതാണ്? ഓക്സിജൻ. എ ഓക്സിജൻ ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയും സൂചനയും ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷെ ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാരാണ്? ഇത്തിൽ കണ്ണി. പാരസൈറ്റ് ആണ് അല്ലേ? ഇത്തിൽ കണ്ണി. നെക്സ്റ്റ് മരവാഴയുടെ ആണ് അപ്പോൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മരവാഴയ്ക്ക് നമുക്ക് എങ്ങനെ എഴുതാം? മരവാഴ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? അതിന് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നു. പിന്നെന്താണ്? വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്. അതുപോലെ ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നില്ല? വലിച്ച് എടുക്കുന്നില്ല. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പോയിന്റ് എഴുതുക. ഇനി സി, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന എഴുതുക. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ ഉപയോഗിക്കുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമേറ്റ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. സോറി, 1, 3, 4 അല്ല, 1, 2, 4. 1 2, 3, 4. 2, 3, 4 എന്താണ്? ശരിയാണ്. എ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. താഴെയിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഡെങ്കിപ്പനി പരക്കുന്നു.
നെൽമല പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാവുന്നു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലും കവറുകളിലുമുള്ള വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ജീവിയാണ് ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക നടപടികൾ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഏറ്റെടുത്ത് നടത്തുന്നു. പത്രവാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? കൊതുക്, മോസ്കിറ്റോ അല്ലേ? കൊതുകാണ് പരത്തുന്നത്. രണ്ടാമത്തത്, ഈ ജീവി പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള മറ്റ് 2 മാർഗങ്ങൾ എഴുതുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എടുത്ത് എഴുതാം അല്ലേ? പ്ലാസ്റ്റിക് കുപ്പികളിലും കവറുകളിലുമുള്ള വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ജീവിയാണ് ഈ രോഗം പരത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പം പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും വലിച്ചെറിയാതിരിക്കുക. അപ്പം അത് ഒഴിവാകും അല്ലേ? അതുപോലെ പിന്നെന്താണ്? വേറെ ഏതാണ്? വേറെ നമ്മൾ ചിരട്ടയിലൊക്കെ അല്ലേ? ചിരട്ടയൊക്കെ ഇങ്ങനെ നിവർന്ന് അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ കാടുകളൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒതുക്കി വെക്കുക അല്ലേ? അപ്പോൾ കൊതുക് പെരുകാനുള്ള സാഹചര്യം കുറയും. ഈ പകരുന്ന രോഗങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. ചുവടെയുള്ള പട്ടിക പരിശോധിച്ച് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകരാത്ത രോഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? പകരാത്ത രോഗങ്ങൾ. പകരാത്ത ഹൃദ്രോഗം, ക്യാൻസർ, പകരാത്ത വേറെ ഏതൊക്കെ രോഗങ്ങളാണുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പകരുന്ന രോഗങ്ങൾ എഴുതണം. ഇപ്പോൾ പകരുന്നത് ഇപ്പോൾ ചെങ്കണ്ണ്, മഞ്ഞപ്പിത്തം, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഡെങ്കിപ്പനി, എലിപ്പനി, ഇതൊക്കെ പകരുന്നതാണ് അല്ലേ? എലിപ്പനി. ഇതിലെന്താണ്? ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം, പിന്നെന്താണ്? പ്രഷർ അല്ലേ? ബ്ലഡ് പ്രഷർ, അതൊക്കെ എഴുതാം നിങ്ങൾക്ക്. ഹാർട്ട് അറ്റാക്ക്, അതൊന്നും ഹൃദയരോഗം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്യാൻസർ, പ്രമേഹം, അതുപോലെ ഈ പറയുന്ന ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, അതൊക്കെ നമുക്ക് പകരാത്ത രോഗങ്ങളാണ്. ബ്ലഡ് പ്രഷർ കൂടുന്നത്, അപ്പോൾ അതൊക്കെ എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും ഉൾപ്പെടുത്തിയ പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ, പ്രവേശിക്കുന്നത് മണ്ണിലൂടെയാണ്. പകരുന്ന രോഗം എന്ന് പറയുന്നത് വിരശല്യമാണ്. രണ്ടാമത്തെ ക്ഷയം വിരശല്യമുണ്ട്. പിന്നെന്താണ്? ടെറ്റനസ്. നെക്സ്റ്റ് ക്ഷയമാണ്. ക്ഷയം എന്തിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെ അല്ലേ? അതുകൊണ്ട് മാസ്ക് ധരിക്കണം എന്ന് നമ്മൾ പറയും അല്ലേ? വായുവിലൂടെ. ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ്, കോളറ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുഷ്ഠം നമ്മൾ പരസ്പരമുള്ള കോണ്ടാക്റ്റിലൂടെ അല്ലേ? മനുഷ്യരുടെ സമ്പർക്കത്തിലൂടെ അല്ലേ? കോണ്ടാക്റ്റിലൂടെ, മനുഷ്യ സമ്പർക്കത്തിലൂടെ അല്ലേ? കോണ്ടാക്റ്റിലൂടെ, ഡയറക്റ്റുള്ള കോണ്ടാക്റ്റിലൂടെ. ഇനി ബി, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇതുപോലെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റു 4 കാര്യങ്ങൾ എഴുതുക. എന്താണ് നമ്മൾ ഇതുപോലെ രോഗങ്ങൾ വരാതിരിക്കാൻ, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ മാസ്ക് ഒക്കെ ധരിക്കണം അല്ലേ? പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണം. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? രോഗങ്ങൾ പകരില്ല അല്ലേ? നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് എന്ന് എഴുതുക. പ്രസ്താവന 1, കൂമ്പ് ചീയൽ തെങ്ങുകളിലേക്ക് വളരെ വേഗം വ്യാപിക്കുന്നു. കാരണം ജന്തുക്കളെ പോലെ തന്നെ പകർച്ചവ്യാധികൾ സസ്യങ്ങളെയും ബാധിക്കാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? എ, പ്രസ്താവന ശരിയാണ്, പക്ഷെ നൽകിയിരിക്കുന്ന കാരണം തെറ്റാണ്. ബി, പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. സി, പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. ഡി, പ്രസ്താവനയും നൽകിയിരിക്കുന്ന കാരണവും തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? പ്രസ്താവനയും ശരിയാണ്, കാരണവും ശരിയാണ് അല്ലേ? പ്രസ്താവനയും ശരിയാണ്, കാരണവും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. ഇനി 5-ാമത്തത്, അവിടെ ഒരു സംഭാഷണം നൽകിയിരിക്കുന്നുണ്ട്. അസുഖമില്ലാത്ത ഞാൻ എന്തിനാണ് കുത്തിവയ്പ് എടുക്കുന്നത്? അത് പ്രതിരോധ കുത്തിവയ്പ്പാണ്.
സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അസുഖമില്ലാത്ത അവസ്ഥയിലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണ്, അസുഖമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. അത് അസുഖം വരില്ല എന്നുള്ളതിനല്ല, നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാം? അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രസ്താവനയോട് എന്താണ്, അസുഖം ഇല്ലാതെ കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കൽ നിർബന്ധമാണ് എന്നാണ് ഉള്ളത്. ഓക്കെ, അതാണ്. അപ്പോൾ ഇതിനോട് യോജിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അഭിപ്രായം എഴുതേണ്ടത്. ഞാൻ പ്രസ്താവനയോട് യോജിക്കുന്നു, കാരണം പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ബി, ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കുക. അരിമാവ് പൊളിക്കുന്നു, തുണികളിലെ അഴുക്ക് നീക്കം ചെയ്യുന്നു, ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പകർച്ചവ്യാധികൾ പരത്തുന്നു. ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന സന്ദർഭങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അരിമാവ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ? അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് ഉപകാരികളാണ്. രണ്ടാമത്തേത് ഏതാണ്? അടുത്തത് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്, മണ്ണിന് വളമായിട്ട് മാറ്റാൻ വേണ്ടി. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സന്ദർഭം 1ഉം 3ഉം. ഇനി പരിസ്ഥിതി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ക്ലബ്ബ് നടത്തുന്ന പോസ്റ്റർ പ്രദർശനത്തിലേക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഒരു കോളമൊക്കെ വരച്ചിട്ട് ഒരു പോസ്റ്റർ നല്ല ഭംഗിയിൽ ആരോഗ്യ ശുചിത്വ പരിസര ശുചിത്വത്തിൻ്റെ ഒരു പിക്ചറൊക്കെ വരച്ച് അതിൻ്റെ എന്തെങ്കിലും സ്ലോഗനൊക്കെ എഴുതി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയവ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്ലാന്റ്സിൽ വാട്ടർ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ എവിടെ എത്തിക്കുന്നു? ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കാൻ സഹായിക്കുന്നു അല്ലേ? ഇലകളിൽ എത്തിക്കുന്നതിന്. പിന്നെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അല്ലേ? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. ആഹാരത്തിനെ ഇലകളിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. പിന്നെ എന്താണ്? സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന്. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ജലപരിശോധനാ റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. നിറം ഇല്ല, മണം ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഈ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാവുന്നതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് കുടിവെള്ളം അല്ല അല്ലേ? കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്തുണ്ട്? ബാക്ടീരിയ, മണം എന്നിവ ഉള്ളത് കൊണ്ട് അല്ലേ? മണം ഉണ്ടെന്ന് പറഞ്ഞു വെള്ളത്തിന്. പിന്നെന്താണ്? ബാക്ടീരിയയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇതെന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല? കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തി എഴുതുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് അസ്ഥിയിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് തലച്ചോറിലാണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. ആ ഓപ്ഷനാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി. ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ജലശുദ്ധീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്രമപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ്? ആദ്യം വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, അതാണ് ഒന്നാമത്തെ ഇത്. രണ്ടാമത് എന്ത് ചെയ്യുന്നു? മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. രണ്ടാമത്തെ അതാണ്, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. 3, പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. നാലാമത്തെ എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ, ചങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് വെള്ളത്തിൽ പൊങ്ങിയെടുക്കാനുള്ള വസ്തുക്കളുടെ കഴിവാണല്ലോ. ഈ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന മറ്റു 2 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അങ്ങനെയുള്ള ഒന്നാണ് കപ്പൽ യാത്ര. നമ്മൾ കപ്പൽ യാത്ര അല്ലേ? വെള്ളത്തിൽ പൊങ്ങി കിടക്കണം, കപ്പൽ യാത്ര.
പിന്നെ എന്താണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കില്ലേ? ലൈഫ് ജാക്കറ്റ്, സൈക്കിൾ ട്യൂബൊക്കെ ഉപയോഗിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് നീന്തുമ്പോഴൊക്കെ ലൈഫ് ജാക്കറ്റ്, സൈക്കിൾ ട്യൂബൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് കപ്പൽ യാത്ര, പിന്നെ ലൈഫ് ജാക്കറ്റ്, സൈക്കിൾ ട്യൂബൊക്കെ എന്താണ് നമ്മൾ നീന്തുമ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇതിൽ ഈ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി സി, ജലവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. പ്രസ്താവന 1, പുഴകളിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വീടുകളിൽ എത്തിക്കുന്നത്. പ്രസ്താവന 2, പുഴകളിലെ വെള്ളം അതേപടി നേരിട്ട് വീടുകളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഇതിൽ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്താണ്? ശരിയാണ്. പുഴകളിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വീട്ടിലെത്തിക്കുന്നത്. അല്ലാണ്ട് അതേപടി ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നേരിട്ട് വീടുകളിലേക്ക് പമ്പ് ചെയ്യുകയല്ല. അപ്പോൾ ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്ന പ്രസ്താവനയാണ് നമ്മൾ എടുക്കേണ്ടത്. എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.